റെസിപ്പീസ് ഇൻ മലയാളത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഫ്രൈഡ് യിപ്പി മസാല നൂഡിൽസ് ആണ്. 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഈ യിപ്പി മസാല നൂഡിൽസ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇവിടെ 3 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ 2 പാക്കറ്റ് നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ യിപ്പി നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മാഗി വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്കിതിൽ അതിൽ കിട്ടുന്ന പൊടി ഇപ്പം നമ്മൾ ഇടുന്നില്ല. ഒരു 3 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു 3 മിനിറ്റ് ഇതിവിടെ കിടന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കങ്ങ് നോക്കാം. കണ്ടോ, നന്നായി തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫാക്കി ഇതൊന്ന് വെള്ളം വാർന്നു പോകാനായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയിട്ടുണ്ട്. ഇനി ഈ ഒരു ചൂടിൽ കിടന്ന് വേവാതിരിക്കാനായിട്ട് തണുത്ത വെള്ളം ഇതിന് മുകളിലോട്ട് ഇങ്ങനെ 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 സ്പൂൺ ഓയിലും കൂടി ഇതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാം കൂടി ഒന്ന് ഇളക്കി വയ്ക്കുന്നുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു പച്ചക്കുത്ത് മണമൊക്കെ ഒന്ന് പോയി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. കൂടെ തന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റും നല്ലതായിരിക്കും. കൂടെ തന്നെ കാണാനും കൂടി ഒരു ഭംഗിയുണ്ടാവും കേട്ടോ. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിനു മുൻപ് ഈ ഒരു മസാലയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതി. കുറേ സമയം ഒന്ന് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാ നമ്മളിവിടെ ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിപ്പം വെള്ളം വാർന്നു വെച്ചിരിക്കുന്ന യിപ്പി നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാതും കൂടി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഓരോ സ്പൂൺ വീതം ടൊമാറ്റോ സോസും ചില്ലി സോസും സോയാ സോസും വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം 1 ടീസ്പൂൺ വീതമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് യിപ്പിയുടെ പാക്കറ്റിൽ കിട്ടുന്ന മസാലയും കൂടി 2 പാക്കറ്റ് മസാല ചേർക്കുന്നുണ്ട്. അപ്പം എരിവിനനുസരിച്ചിട്ട് നിങ്ങളുടെ മസാലയുടെ അളവ് നിങ്ങൾ കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ 2 പാക്കറ്റ് മസാല ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മൾ ഈ നൂഡിൽസ് മുഴുവനായിട്ടും തയ്യാറാക്കി എടുക്കുന്നത് തീ കൂട്ടിയിട്ടിട്ടാണ് കേട്ടോ. അത് ശ്രദ്ധിക്കണം, തീ കുറച്ചിടരുത്. എല്ലായ്പ്പോഴും തീ കൂട്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ മസാല എല്ലാം തന്നെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് അങ്ങനെ തന്നെ സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് യിപ്പി മസാല നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം തന്നെ വരാം കേട്ടോ. താങ്ക്